ഗുരുശ്രീ സ്കൂളും AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുശ്രീ പബ്ലിക് സ്കൂളും AR ഹോസ്പിറ്റലും സംയുക്തമായി ജീവിതത്തിൽ പ്രാഥമികമായി എടുക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് പ്രിൻസിപ്പൽ KG ഷൈനി ഉദ്ഘാടനം ചെയ്തു. Hospital for giving us an important session on life saving. As you all know, it's very important in this time as all are leading a busy life, and so the students and the teachers really need the help. So first of all, let me welcome the Chief Marketing Officer of AR Hospital, Sunil Puttaparkal sir. Welcome sir once again. And let me welcome all the team from AR Hospital for giving us such a good session. And my dear children, please take this opportunity and listen carefully and use this in your life. So once again, welcome all. Vice Principal Bhagya P. Menon, Amal Shamsuddin, AR Hospital Chief Marketing Officer Sunil Puttanpurakkal തുടങ്ങിയവർ നേതൃത്വം നൽകി. If you are actually on the way to your school or maybe inside the school, something happened to a person sitting nearby, what will you do? പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാപത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു, പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീണു, നിങ്ങൾ എന്ത് ചെയ്യും? നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെന്ത് ചെയ്യും? ടീച്ചറിനെ അറിയിക്കും, അല്ലേ? മാഡത്തിനെ അറിയിക്കും. പിന്നെ that is what actually we meant as basic life support. What you have to do, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അത് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് വേണം. We need to know what exactly we need to act, and based on that we can actually save a life. ഒരു ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷനാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന രീതിയിൽ we are providing to schools and colleges in Kodungallur city. അദ്രി അരുൺ സ്വാഗതവും അശ്വന്ത് ആർ മേനോൻ നന്ദിയും പറഞ്ഞു. പല വിഷമ പ്രശ്നങ്ങളിലും പതറി നിൽക്കാതെ ജീവൻ പ്രാഥമിക ശുശ്രൂഷയിലൂടെ എങ്ങനെ തിരിച്ചുപിടിക്കാമെന്ന് ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഡെമോ ക്ലാസ് നടത്തപ്പെട്ടത്. ഇവിടെയുള്ള ഓരോ കുട്ടികൾക്ക് അറിയേണ്ട ഒരു കാര്യം, അതൊരു കാർഡിയാക് അറസ്റ്റ് ആണോ അല്ലയോ, അതൊരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണോ അല്ലയോ എന്നുള്ളൊരു വേർതിരിച്ചറിയാനുള്ളൊരു കാര്യത്തിൽ എത്തണം എന്നുള്ളതാണ് നമ്മുടെ. ഓക്കെ, മനസ്സിലായോ? അപ്പൊ BLS ഉദ്ദേശിക്കുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രീ ഹോസ്പിറ്റലായിട്ട് ഒരാളെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ഒരാളെ അൺറെസ്പോൺസീവ് ആയി നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് റീസൺസ് പറഞ്ഞു. അപ്പോൾ BLS കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, BLS എന്താണ് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം. Basic life support defines sequences of procedures performed to restore the circulation of oxygenation blood after a sudden pulmonary or cardiac arrest until they can be given full medical care at a hospital. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ ഒരു കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ പൾമണറി അറസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിലാണ് നമ്മൾ BLS എന്നൊരു കാര്യം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് പറയാം. നമ്മൾ ഈ ആൾക്കാർ കുഴഞ്ഞു വീഴുന്ന കാണുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് BLS എന്ന് പറഞ്ഞാൽ സീൻ സേഫ്റ്റി. പറഞ്ഞേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? സീൻ സേഫ്റ്റി ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് BLS എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് സീൻ സേഫ് ആണോ അല്ലയോ എന്ന് അറിയണം. ആറ് സേഫ്റ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രൈമറി ആയിട്ട് നമ്മുടെ സേഫ്റ്റി, രണ്ടാമത്തെ കാര്യം വിക്ടിമിന്റെ സേഫ്റ്റി. അപ്പൊ